For sale, premium luxury villa in പുക്കാട്ടുപടി കുഞ്ചാട്ടുകര ലൊക്കേഷൻ. അതെ, ഇന്ന് നമ്മൾ വന്നിരിക്കുന്ന ലൊക്കേഷൻ പുക്കാട്ടുപടിയിലെ കുഞ്ചാട്ടുകര എന്ന ലൊക്കേഷനാണ്. അവിടെ നല്ലൊരു പ്രീമിയം ലക്ഷറി വില്ലയാണ് ഞങ്ങൾ നിങ്ങൾക്കായി ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത്. 2050 സ്ക്വയർ ഫീറ്റിൽ വരുന്ന ഈ ഒരു വില്ല 4 സെൻറ്റ് പ്ലോട്ടിലാണ് കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ളത്. 4 BHK വില്ലയാണ്. വളരെ പ്രീമിയം ലക്ഷറി ടച്ചിലാണ് ഇതിൻ്റെ എല്ലാ ഏരിയയും ഡിസൈൻ ചെയ്തിട്ടുള്ളത്. സോ നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. വെൽക്കം ടു മാന്യര ഹൗസ്. ഞാനിപ്പോൾ നിൽക്കുന്നത് വീടിൻ്റെ അകത്തെ കോമ്പൗണ്ടിലാണ്. നമുക്ക് ഇവിടെ ഒരേ സമയം നിങ്ങൾക്ക് 2 കാറുകൾ പാർക്ക് ചെയ്യാനുള്ള ഒരു സ്പേസ് ഉണ്ട്. കൂടാതെ ഇതിൻ്റെ ഫ്ലോറിങ്ങും കാര്യങ്ങളെല്ലാം ആർട്ടിഫിഷ്യൽ ഗ്ലാസും കൊണ്ടൊക്കെ ചെയ്തിരിക്കുന്നു. കൂടാതെ ഗാർഡനിങ്ങും കാര്യങ്ങളൊക്കെ എല്ലാം സ്പേസ് കൊടുത്തിരിക്കുന്നു. നല്ല കോമ്പൗണ്ട് സ്പേസ് ഒക്കെ ഉള്ള ഒരു ഏരിയ തന്നെയാണ്. കവേർഡ് കാർ പാർക്കിംഗ് സ്പേസ് ഇവിടെയാണ് വരുന്നത്. ഈ ഒരു വില്ലയുടെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്നാൽ ഇത് പുക്കാട്ടുപടി ലൊക്കേഷനിൽ വരുന്നത് കൊണ്ട് തന്നെ നമുക്ക് കളമശ്ശേരി, എടപ്പള്ളി, അതുപോലെ കാക്കനാട് എന്നീ ഏരിയയിലേക്കെല്ലാം വേഗത്തിൽ എത്താൻ കഴിയുന്ന ഒരു ലൊക്കേഷനാണ്. അതുപോലെ രാജഗിരി ഹോസ്പിറ്റൽ, കൊച്ചിൻ ഇൻ്റർനാഷണൽ സ്കൂൾ, ചാപ്റ്റർ സ്കൂൾ എന്നീ ഏരിയ എല്ലാം വളരെ നിയർ ബൈ ആയിട്ടുള്ള ലൊക്കേഷനാണ്. സോ നമുക്ക് വീടിൻ്റെ അകത്തെ പോർഷനിലേക്ക് പോകാം. സിറ്റ് ഔട്ട് ഏരിയ സ്പേസ് ആണ് ഈ കാണുന്നത്. ഗ്രാനൈറ്റ് കൊണ്ട് ഫ്ലോറിങ് ചെയ്തിട്ടുള്ള ഒരു സിറ്റ് ഔട്ട് ഏരിയ സ്പേസ് ആണ് നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നത്. ഇവിടെ നല്ലൊരു സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു സിറ്റ് ഔട്ട് ഏരിയ സ്പേസ് തന്നെ കൊടുത്തിരിക്കുന്നു. കൂടാതെ നമ്മളെ അടുത്തതായി നമുക്ക് പോകേണ്ടത് ലിവിങ് ഏരിയ സ്പേസിലേക്കാണ്. നല്ല മനോഹരമായ ഒരു എലഗൻറ്റ് ടച്ചിലാണ്, ഫുൾ നല്ലൊരു ലക്ഷറി ടച്ചിലാണ് എല്ലാ ഏരിയയും ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അകത്തെ ഏരിയ എല്ലാം നമുക്കത് കണ്ടു നോക്കാം. ഞാനിപ്പോൾ വീടിൻ്റെ ലിവിങ് ഏരിയ പോർഷനിലേക്കാണ് കടന്നു വന്നിട്ടുള്ളത്. നമുക്ക് ഫർണിച്ചർ കാര്യങ്ങളെല്ലാം തേക്ക്, അതുപോലെ തന്നെ ആഞ്ഞു ചെയ്യുന്ന വുഡ് കൊണ്ടാണ് നിർമ്മിച്ചിട്ടുള്ളത്. ഇവിടെ ഇൻറ്റീരിയറിന് കാര്യങ്ങൾക്കെല്ലാം പ്ലൈവുഡ്, ഇത് വിനീറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അവിടെ ആ ഒരു ഫിനിഷിങ്ങിനാണ് എല്ലാം ചെയ്തിട്ടുള്ളത്. ലിവിങ് ഏരിയ സ്പേസിലേക്കാണ് നമ്മൾ വരുന്നത്. ഈ ഒരു പോർഷനിലേക്ക് വരാണെങ്കിൽ നല്ലൊരു TV യൂണിറ്റ് ഏരിയ, അതായത് നമുക്ക് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യാൻ കഴിയുന്ന പോലെയുള്ള ഒരു TV യൂണിറ്റ് ഏരിയ ഇവിടെ കൊടുത്തിട്ടുണ്ട്. സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ലിവിങ് ഏരിയ സ്പേസ് ആണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. കൂടാതെ ഈ ഒരു സൈഡിലാണെങ്കിൽ നല്ലൊരു സ്ക്വയർ ഷേപ്പിലുള്ള ഒരു ഗ്ലാസ് ഓപ്പണിംഗ്, ഒരു വിൻഡോ കൊടുത്തിട്ടുണ്ട്. സോ നല്ലപോലെ ലൈറ്റൊക്കെ കടക്കുന്ന ഒരു പോർഷനാണ് ഈ ഒരു ലിവിങ് ഏരിയ സ്പേസിലേക്ക് വരുമ്പോൾ നമുക്ക് കിട്ടുന്നത്. സോ ഇത്രയുമാണ് ഈ ലിവിങ് ഏരിയയുടെ വിശേഷങ്ങൾ. നമുക്ക് നല്ല സീലിംഗ് വർക്കും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുള്ള ഏരിയ തന്നെയാണ്. സോ നെക്സ്റ്റ് നമ്മൾ വരുന്നത് ഡൈനിങ് ഏരിയ സ്പേസിലേക്കാണ്. ഇതാണ് വീടിന് ഡൈനിങ് ഏരിയ സ്പേസ് കൊടുത്തിട്ടുള്ളത്. തൊട്ട് സൈഡിലായിട്ടൊരു വാഷ് ഏരിയ യൂണിറ്റ് ഇതാ ഇവിടെ വരുന്നുണ്ട്. ഇവിടെ വാഷ് ടബ് കാര്യങ്ങളെല്ലാം വെക്കാനുണ്ട്. സോ ഇതാണ് ഈ ഒരു ഡൈനിങ് ഏരിയ സ്പേസിൻ്റെ നല്ല വലിപ്പമുള്ളൊരു ഡൈനിങ് ഏരിയ സ്പേസാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. കൂടാതെ സ്റ്റെയർ കേസിനോട് തൊട്ട് താഴെയായിട്ട് ഈ ഒരു സൈഡിൽ ചെറിയൊരു സ്റ്റോറേജ് ലൊക്കേഷൻ നമുക്ക് കിട്ടുന്നതാണ്. ചെറിയൊരു ഗാർഡൻ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാനുള്ള ഒരു സ്പേസും അവിടെ കൊടുത്തിരിക്കുന്നു. കൂടാതെ നെക്സ്റ്റ് ഇവിടെ വരുന്നത് മോഡുലാർ ഡിസൈനിലുള്ള നല്ലൊരു പ്രീമിയം ലെവലിലുള്ള ഒരു കിച്ചണാണ്. വെൽ എക്യുപ്ഡ് ആയിട്ടുള്ള കിച്ചണാണ്. സ്റ്റോറേജ് ഏരിയ സ്പേസും അതുപോലെ തന്നെ ചിമ്നി, മറ്റുള്ള കാര്യങ്ങളെല്ലാം ഒരുക്കിക്കൊണ്ടുള്ള ഒരു കിച്ചൺ ഏരിയ സ്പേസാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. ഗ്രൗണ്ട് ഫ്ലോറിൽ 2 ബെഡ്റൂമുള്ള ഈ വീടിൻ്റെ ഫസ്റ്റ് ബെഡ്റൂമിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. എല്ലാ സൗകര്യങ്ങൾക്കും കൂടിയ ഒരു ബെഡ്റൂം ഏരിയ സ്പേസാണ് ഇവിടെ ഒരുക്കുന്നത്. ഇവിടെ വാഡ്രോബ് കാര്യങ്ങൾ, അത്യാവശ്യം വലിയ വാഡ്രോബ് ഏരിയ സ്പേസ് നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. സ്വയനബിൾ ആയിട്ടുള്ള ഡോർസ് കാര്യങ്ങളെല്ലാം ഇവിടെ കൊടുത്തിട്ടുള്ളത്. കൂടാതെ അറ്റാച്ച്ഡ് ബാത്റൂം, ഫിനിഷിംഗ് വർക്കിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു അറ്റാച്ച്ഡ് ബാത്റൂം ഈ ഒരു സൈഡിൽ കിട്ടുന്നുണ്ട്. പിന്നെ സീലിംഗ് വർക്കുകളും കാര്യങ്ങളെല്ലാം ഉൾപ്പെടെയാണ് നല്ല മനോഹരമായി തന്നെ ഒരു എലഗൻറ്റ് ടച്ചിലാണ് ഈ ഒരു ബെഡ്റൂം ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇതുപോലെ തന്നെ ഒരു ബെഡ്റൂം ഏരിയ സ്പേസ് നമുക്ക് നേരെ ഓപ്പോസിറ്റ് സൈഡിൽ അവിടെയായിട്ടും ഒരു ബെഡ്റൂം ഏരിയ കൊടുത്തിട്ടുണ്ട്. സോ ഗ്രൗണ്ട് ഫ്ലോറിൽ 2 ബെഡ്റൂമുകളാണ് ഈ ഒരു വീടിന് ലഭിക്കുന്നത്. സോ നെക്സ്റ്റ് നമ്മൾ പോകുന്നത് വീടിൻ്റെ അപ്പർ ലിവിങ് ഏരിയ പോർഷനിലേക്കാണ്. സോ അങ്ങോട്ടേക്ക് വരുമ്പോൾ നമുക്ക് ഇവിടെ ഫസ്റ്റ് നല്ല ഹാൻഡ് റെയിലും കാര്യങ്ങളും, അതുപോലെ തന്നെ ഇതിൻ്റെ ഫ്ലോറിങ്ങും കാര്യങ്ങളെല്ലാം ഫുൾ വുഡ് കൊണ്ടാണ് നിർമ്മിച്ചിട്ടുള്ളത്. ഗ്ലാസ് അതുപോലെ തന്നെ വുഡ് കോമ്പിനേഷനിലാണ് ഈ ഒരു സ്റ്റെയർ കേസും അതുപോലെ തന്നെ അതിൻ്റെ ഹാൻഡ് റെയിലും കാര്യങ്ങളെല്ലാം വരുന്നത്. കൂടാതെ ടോപ്പിലാണെങ്കിൽ വലിയൊരു ഗ്ലാസ് ഇട്ട ഒരു പോർഷനും കാര്യങ്ങളെല്ലാം നമുക്ക് കിട്ടുന്നുണ്ട്. സോ നല്ലൊരു വെളിച്ചം കിടക്കുന്ന രീതിയിലും അതുപോലെ തന്നെ നല്ലൊരു എലഗൻ ഡിസൈനിലുമാണ് എൻ്റെയറായിട്ട് ഈ ഒരു വില്ല കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ളത്. ടോപ്പ് ഫ്ലോറെല്ലാം വളരെ മനോഹരമായി ഒരു ലക്ഷറി ലെവലിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. സോ നമുക്കത് കണ്ടു നോക്കാം. സോ അപ്പർ ലിവിങ് ഏരിയ സ്പേസിലാണ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത്. എൻ്റെ തൊട്ട് ബാക്കിൽ കാണുന്ന നല്ലൊരു എലഗൻ ടച്ചിലുള്ള നല്ലൊരു വാളാണ്. വാൾ പേപ്പറെല്ലാം കഴിച്ചിട്ടുണ്ട്. കൂടാതെ ഇവിടെ ചെറിയൊരു സ്റ്റോറേജ് ഏരിയ ഒക്കെ ഉള്ള ഒരു ഫർണിച്ചർ ഡിസൈനും കാര്യങ്ങളെല്ലാം കൊടുത്തിരിക്കുന്നു. കൂടാതെ ഈ ഒരു സൈഡിലായിട്ടും ഗ്ലാസും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. നല്ലൊരു സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ലിവിങ് ഏരിയ സ്പേസാണ് നമുക്ക് ഈ ഒരു ഫസ്റ്റ് ഫ്ലോറിൽ ആദ്യമേ കിട്ടുന്നത്. കൂടാതെ ഈ ഒരു സൈഡിലാണെങ്കിൽ നമുക്ക് നല്ലൊരു പെരഗോള സ്പേസും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുള്ള ഒരു ഏരിയയാണ്. സോ ഞാൻ ഈ കടന്നു വരുന്നത് ഈ ഒരു ലിവിങ് ഏരിയ സ്പേസിൻ്റെ എക്സ്റ്റൻഷനാണ്. നമുക്ക് TV യൂണിറ്റോട് കൂടിയുള്ള ഒരു ഏരിയയാണ് ഇവിടെ ഈ ഒരു എക്സ്റ്റൻഷനിലേക്ക് വരുമ്പോൾ കിട്ടുന്നത്. ഇവിടെ നമുക്കൊരു
നല്ലൊരു ഡിസൈനിലുള്ള ഒരു സ്ട്രക്ചറും കാര്യങ്ങളെല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒരു TV കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്യാനുള്ള ഒരു സ്പേസ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. സോ അടുത്തത് നമുക്ക് ഈ ഒരു ഫസ്റ്റ് ഫ്ലോറിൽ വരുന്ന 2 ബെഡ്റൂമാണ്. അതിൽ ഫസ്റ്റ് ബെഡ്റൂം ഈ ഒരു സൈഡിലാണ് വരുന്നത്. ഇതൊരു ഫുൾ ഫേർണിഷ്ഡ് ബെഡ്റൂമാണ്. നമുക്ക് കട്ടിലും കാര്യങ്ങളെല്ലാം നൽകിക്കൊണ്ടുള്ള ഒരു ബെഡ്റൂം ഏരിയ സ്പേസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. വാർഡ്രോബ് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു സൈഡിലാണെങ്കിൽ ഒരു മേക്കപ്പ് ഏരിയ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ബെഡും കൂടാതെ അറ്റാച്ച്ഡ് ബാത്റൂം കാര്യങ്ങളെല്ലാം നൽകിയിട്ടുള്ള ഒരു വെൽ എക്വിപ്ഡ് ബെഡ്റൂം ഏരിയ സ്പേസ് ആണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. സോ അടുത്തതായിട്ട് ഞാൻ 4ാമത്തെ ബെഡ്റൂം ഏരിയ സ്പേസിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. നമ്മുടെ താഴെ കണ്ട ആ ഒരു ബെഡ്റൂമിൻ്റെ സെയിം സ്ട്രക്ചർ തന്നെയാണ്. ഇവിടെയും ഒരു വാർഡ്രോബ് ഉണ്ട്. അതുപോലെ തന്നെ സീലിംഗ് വർക്കും അതുപോലെ തന്നെ ഒരു അറ്റാച്ച്ഡ് ബാത്റൂം ഏരിയ സ്പേസും കാര്യങ്ങളെല്ലാം നൽകിയിട്ടുള്ള ആ ഒരു സെയിം ഡിസൈനിൽ വരുന്ന ഒരു ബെഡ്റൂം ഏരിയ സ്പേസാണ് നമുക്ക് ഈ ഒരു 4ാമത്തെ ബെഡ്റൂമിലും കിട്ടുന്നത്. ഇനി നമുക്കൊരു യൂട്ടിലിറ്റി ഏരിയ അതുപോലെ തന്നെ ബാൽക്കണി ഏരിയ കൂടി കാണാനുണ്ട്. സോ ഫസ്റ്റ് നമുക്ക് യൂട്ടിലിറ്റി ഏരിയ കാണാം. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ഈ വീടിൻ്റെ യൂട്ടിലിറ്റി ഏരിയ സ്പേസാണ് കാണുന്നത്. അൺകവേർഡ് ആയിട്ടുള്ള യൂട്ടിലിറ്റി ഏരിയ സ്പേസാണ്. നമുക്ക് വാഷിങ്ങിനും എല്ലാ കാര്യങ്ങൾക്കെല്ലാം ഒരുക്കിയിരിക്കുന്ന ഒരു ഏരിയയാണ്. വാട്ടർ ഫെസിലിറ്റിയും കാര്യങ്ങളെല്ലാം ഇവിടെ നൽകിയിരിക്കുന്നു. സോ അവസാനമായി ഞാൻ കടന്നു വന്നിട്ടുള്ളത് ഈ വീടിൻ്റെ ബാൽക്കണി ഏരിയ സ്പേസിലാണ്. ഒരു കവേർഡ് ആയിട്ടുള്ള ബാൽക്കണി ഏരിയ സ്പേസാണ്. സീലിംഗ് വർക്ക് ചെയ്ത് നല്ല മനോഹരമായി ഒരു ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു ബാൽക്കണി ഏരിയ സ്പേസാണ്. ഇതിൻ്റെ സൈഡിലെല്ലാം ഒരു ചെറിയൊരു GA ട്യൂബ് കൊണ്ടുള്ള ഒരു ഡിസൈൻ സ്ട്രക്ചറും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. സോ ഇത്രയുമാണ് നമുക്ക് ഈ ഒരു വീടിൻ്റെ കാഴ്ചകൾ. വളരെ മനോഹരമായ ഒരു പ്രീമിയം ലെവലിൽ, ഒരു ലക്ഷറി ലെവലിൽ ഡിസൈൻ ചെയ്തിട്ടുള്ള ഈ ഒരു വില്ലയുടെ വളരെ മനോഹരമായ വിഷ്വൽസാണ് നമ്മളിപ്പോൾ കണ്ടത്. സോ ഈ ഒരു വില്ല വരുന്നത് പുക്കാട്ടുപടി കുഞ്ചാട്ടുകര എന്ന ലൊക്കേഷനിലാണ്. 2050 സ്ക്വയർ ഫീറ്റിൽ വരുന്ന ഈ ഒരു വില്ല 4.5 സെൻറ്റ് പ്ലോട്ടിലാണ് കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ളത്. 4 BHK വില്ലയാണ്. പ്ലസ് യൂട്ടിലിറ്റി ഏരിയ അതുപോലെ തന്നെ ബാൽക്കണി ഏരിയ എന്നെല്ലാം കിട്ടുന്നുണ്ട്. കിച്ചൺ കാര്യങ്ങളെല്ലാം വളരെ മോഡുലാർ ഡിസൈനിൽ നല്ല ഫേർണിഷ്ഡുള്ള കിച്ചൺ കാര്യങ്ങളെല്ലാം കിട്ടുന്ന ഈ ഒരു വില്ലയ്ക്ക് ഇവർ ചോദിക്കുന്ന വില 95 lakhs എന്ന നെഗോഷ്യബിൾ പ്രൈസാണ്. നമുക്ക് എടപ്പള്ളി, കാക്കനാട് അതുപോലെ കളമശ്ശേരി ഏരിയയിലേക്കെല്ലാം ഈസി ആക്സസ് ഉള്ള ഈ ഒരു ലൊക്കേഷനിൽ നല്ലൊരു വില്ലയാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. സോ ഈ വില്ല ഒന്ന് നേരിട്ട് കാണുവാൻ താഴെ കാണുന്ന നമ്പർ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. ഹോം ലോൺ സൗകര്യവും നമ്മൾ ഈ വീടിനായി ഒരുക്കുന്നുണ്ട്. സോ താങ്ക് യു ഫോർ വാച്ചിങ്. സബ്സ്ക്രൈബ് ദിസ് ചാനൽ. താങ്ക് യു.